കാർത്തിക് സുബരാജിന്റെ ഫിലിമോഗ്രഫിയിൽ നോക്കുകയാണെങ്കിൽ തന്നെ ഏറ്റവും വീക്ക് സിനിമയായിട്ട് തോന്നിയ ഒന്നാണ് ഈ റെട്രോ സ്റ്റാറിംഗ് സൂര്യ ദ വൺ. ഭയങ്കര വീക്ക് സ്ക്രീൻ പ്ലേ, ഭയങ്കര വീക്ക് സ്റ്റോറി ടെല്ലിംഗ്, മൊത്തത്തിൽ ഒരു ആർട്ടിഫിഷ്യാലിറ്റി ആണ് ഫീൽ ചെയ്തത്. കാർത്തിക് സുബരാജ് പറഞ്ഞ പോലെ തന്നെ ഇതൊരു റൊമാൻറ്റിക് ആക്ഷൻ സിനിമ തന്നെയാണ്. പക്ഷെ നമുക്ക് ഒരു രീതിയിലുള്ള ഒരു കണക്ഷനോ ഫീലിങ്സോ ഇമോഷൻ ഡെപ്തോ തോന്നൂല ഇതിലെ മെയിൻ ക്യാരക്ടേഴ്സിന്റെ, അവരുടെ പെയറിങ്, അവരുടെ കെമിസ്ട്രി, അവരുടെ ഒരു റൊമാൻസിനോടോ അത്രയും ഒരു ഒരു ഫ്ലാറ്റ്നെസ് ആണ് കംപ്ലീറ്റ്ലി ഫീൽ ചെയ്യാം. റൊമാൻസ് രണ്ട് തരത്തിലാവാം. ഒന്ന് ഓർഗാനിക്കലി ആവാം, അല്ലെങ്കിൽ റൊമാൻസിന് വേണ്ടി കുത്തിക്കയറ്റി സീക്വൻസ് ഉണ്ടാക്കുന്ന റൊമാൻസും ആവാം. ഇത് എനിക്ക് രണ്ടാമത്തെയാണ് ഫീൽ ചെയ്തത്. തട്ടിക്കൂട്ട് റൊമാൻസ്. റൊമാൻസ് മാത്രമല്ല കേട്ടോ, ഇതിൽ ഈച്ച് ആൻഡ് എവറി ക്യാരക്ടേഴ്സിനെ ഭയങ്കര പൂർലിയാണ് എഴുതിയിരിക്കുന്നത്. നമുക്ക് ഒരു ഡെപ്ത് നമുക്ക് ഫീൽ ചെയ്യില്ല. ഇതിൽ ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ട്, അതിൽ പാതി ഫോഗറ്റബിൾ ആയിരുന്നു. സൂര്യയുടെ ക്യാരക്ടർ പോലെ എനിക്ക് ഭയങ്കര പ്യുവർ ഫ്ലഷ്ഡ് ഔട്ട് നന്നായിട്ട് എഴുതിയ ക്യാരക്ടറായിട്ട് ഫീൽ ചെയ്തില്ല. പിന്നെ കാർത്തിക് സുബരാജിന്റെ സിനിമയിൽ നമ്മൾ അങ്ങനെ ലോജിക് നോക്കി പോകേണ്ട ആവശ്യമില്ല. ആക്ഷൻ സിനിമകളാണ്, അത് അങ്ങനെ വേണം കാണാൻ. അല്ലെങ്കിൽ അത് ആ ഒരു രീതിയിൽ ഭയങ്കര ബിലീബിൾ ആയ രീതിയിൽ എക്സിക്യൂട്ട് ചെയ്ത് നമ്മളെ മുന്നിൽ അവതരിപ്പിക്കും. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ ലോജിക്കലെസ് ആണ് കുറെ സീക്വൻസസ് അല്ലെങ്കിൽ കുറെ സംഭവങ്ങൾ നമ്മൾ എടുത്തെടുത്ത് മനസ്സിലാക്കി തരുന്നുണ്ട്. ഇതിലെ പിന്നെ സെറ്റ് ഡിസൈനും പിന്നെ വിഷ്വൽസും എല്ലായിടത്തും ഒരു മീഡിയോക്കർ വർക്ക് ആയിട്ടാണ് തോന്നിയത്. OTT പീരീഡിൽ സൂര്യ നല്ല ഗംഭീരമായിട്ട് സ്ക്രിപ്റ്റ് സെലക്ട് ചെയ്തിട്ടുണ്ട്. സ്ക്രിപ്റ്റിന് അത്ര ഇമ്പോർട്ടൻസ് കൊടുത്ത സിനിമയിൽ അഭിനയിച്ചുകൊണ്ടിരുന്നത്. അതിൽ ഏറ്റവും വലിയ എക്സാമ്പിൾ ആയിരുന്നു ജയ് ഭീമും സൂര്യപട്ടറും. പക്ഷെ തിയേറ്റർ റിലീസ് ആയപ്പോഴേക്കും വീണ്ടും പഴയ പോലെ അത്രയും മോശം സ്ക്രിപ്റ്റ് തന്നെയാണ് റെട്രോ എന്ന സിനിമയുടെ. ഒരു പഴഞ്ച ടെംപ്ലേറ്റ് സിനിമ. പക്ഷെ സൂര്യ എന്ന പെർഫോമർ ഒട്ടും മോശമായിട്ടുള്ള അടിപൊളിയായിട്ട് തന്നെ ആ ക്യാരക്ടറിനെ ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. ഇതിൽ കാർത്തിക് സുബരാജ് കൂടുതൽ ഫോക്കസ് കൊടുത്തിരിക്കുന്നത് സൂര്യയുടെ കണ്ണുകളാണ്. അത് വളരെ അടിപൊളി തീരുമാനം തന്നെയാണ്. സൂര്യയുടെ കണ്ണുകൾ നന്നായിട്ട് തന്നെ അഭിനയിക്കുന്നുണ്ട്. പിന്നെ സൂര്യക്ക് ശേഷം ജോർജ് ജോർജ്, ജയറാം, പൂജ ഹെഗ്ഡെ ഇവർക്കൊക്കെയാണ് റോൾസ് ഉള്ളത്. പക്ഷെ ഇവരുടെയൊക്കെ ക്യാരക്ടേഴ്സ് ഭയങ്കര പൂർലി കിട്ടുന്നതായതുകൊണ്ട് ഇവരില്ലാത്തൊരു ഫീൽ തന്നെ കിട്ടിയത്. പിന്നെ കുറച്ചെങ്കിലും ഭേദമായിട്ട് തോന്നിയത് സ്വാസികയുടെ അമ്മ വേഷം തന്നെയായിരുന്നു. സ്വാസിക നന്നായിട്ട് തന്നെ ആ ഒരു ക്യാരക്ടറിനെ ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ സെക്കൻഡ് ഹാഫിൽ കുറെ രണ്ട് വില്ലന്മാരുണ്ട്. അവര് അട്ട മിസ്കാസ്റ്റും ഭയങ്കര ഒരു വേസ്റ്റ് ആയിട്ടാണ് തോന്നിയത്. ആ സെക്കൻഡ് ഹാഫിലെ കുറെ സീക്വൻസ് കാണുമ്പോൾ നമ്മളൊരു കാർത്തിക് സുബരാജ് സിനിമ കാണുമ്പോൾ നമുക്കൊരു ഫീല് പോലും നമുക്ക് വരില്ല. ഇനി ഈ സിനിമയുടെ പോസിറ്റീവ്സിനെ പറ്റി പറയുകയാണെങ്കിൽ ഏറ്റവും ആദ്യത്തെ പോസിറ്റീവ് നേരത്തെ പറഞ്ഞു, സൂര്യ നല്ല ഗംഭീരമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ സന്തോഷ് നാരായണന്റെ മ്യൂസിക്, സന്തോഷ് നാരായണ അടിപൊളി സൂപ്പർ മ്യൂസിക്കൽ വർക്ക് തന്നെ ചെയ്തിട്ടുണ്ട്. മാക്സിമം ഈ സിനിമയെ സേവ് ചെയ്തിട്ട് സന്തോഷ് നാരായണന്റെ മ്യൂസിക് തന്നെയാണ്. പിന്നെ നമുക്ക് എവിടെയെങ്കിലും ഒരു ചെറിയ രീതിയിൽ ഫീലിങ്സോ കണക്ഷനോ എന്തെങ്കിലും നമുക്ക് തോന്നുവാനുള്ള സന്തോഷ് നാരായണന്റെ മ്യൂസിക്കിന്റെ ഇമ്പാക്ട് തന്നെയാണെന്നേ പറയുള്ളൂ. ഇതിലെ പാട്ടുകളും ഇതിലെ സ്കോറിങ്ങും എല്ലാം ടോപ്പ് നോച്ച്. ആക്ഷൻ സീക്വൻസ് വെരി വെൽ എക്സിക്യൂട്ട് തന്നെയായിരുന്നു മോസ്റ്റ്ലി. സൂര്യ നല്ല വർക്ക് തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ സിനിമയുടെ തുടക്കം ഒരു 20 മിനിറ്റ് വൺ ഷോട്ട് സീക്വൻസ് ഉണ്ട്. അതും പൊളിച്ചു. വെരി വെൽ കോറിയോഗ്രാഫ്ഡ്, വെരി വെൽ എക്സിക്യൂട്ടഡ്. അവിടെ നമുക്ക് കാർത്തിക് സുബരാജ് എന്ന ബ്രില്യൻ ഡയറക്ടറിന് മികവ് കാണാൻ പറ്റും. പക്ഷെ ആകെ ഒരു വിഷമമുള്ളൂ, ആ ഒരു മികവ് മൊത്തത്തിലൊന്ന് ആക്കി എടുക്കായിരുന്നു. ഏതായാലും ഓവറോൾ പറയുകയാണെങ്കിൽ ഈ സിനിമ സൂര്യയുടെ കംബാക്ക് അല്ല. പക്ഷെ സൂര്യ നമുക്ക് ഉറപ്പ് തന്നിട്ടുണ്ട് അടുത്ത 5 വർഷം സൂര്യ ഞെട്ടിക്കുമെന്ന് തന്നെയാണ്. അതിലേതെങ്കിലും ഒരു സിനിമ അല്ലെങ്കിൽ അതിലേതെങ്കിലും 1-2-3 സിനിമ സൂര്യയുടെ ഒരു കംബാക്ക് നമുക്ക് പ്രതീക്ഷിക്കാം എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കുന്നു. എനിക്ക് അതിൽ ഒട്ടും വർക്കൗട്ട് ആയില്ല. ഡ്രട്ടോ എന്ന സിനിമ ഒരു ബോർ കണ്ടുമടുത്ത ഒരു ടെംപ്ലേറ്റ് സിനിമയായിട്ടാണ് ഫീൽ ചെയ്തത്.